ജൂജു ഐലൻഡ് ദ മോസ്റ്റ് അവൈറ്റഡ് ആർക്ക് ഓഫ് സോളോ ലെവലിംഗ്. എല്ലാ സോളോ ലെവലിംഗ് ഫാൻസും വെയിറ്റിംഗ് ആണ് അതൊന്ന് റിലീസ് ആവാൻ. അപ്പൊ ഈ ആർക്കിൽ നമ്മൾ കാണാൻ പോണത് ആൻഡ് കിങ് വേഴ്സസ് ഓൾ എസ് റാങ്ക് ഹണ്ടേഴ്സ് ഇൻ കൊറിയ ആൻഡ് ജപ്പാൻ. അപ്പൊ ആക്ഷൻ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ആർക്ക് സ്വർഗമായിരിക്കും. കാരണം ഈ ആർക്കിൽ കുറെ ആക്ഷൻ ഉണ്ട്. ലൈക്ക് എസ് റാങ്ക് ഹണ്ടേഴ്സ് ഏറ്റുമുട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ആൻഡ് കിങ് വേഴ്സസ് എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ റെയ്ഡും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്നും മിസ് ചെയ്യില്ല. നല്ല ഫൈറ്റ്സ് ആർ അപ്കമിങ്. അതേപോലെ നിങ്ങൾക്ക് 6ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ചി റോൾ സെർവേഴ്സ് വാസ് ക്രാഷ്ഡ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോണേന്ന്. അപ്പോൾ ഈ ആർക്കൊന്ന് ആനിമേറ്റായി വരുമ്പോൾ A1 പിക്ചേഴ്സ് എന്തൊക്കെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പേ ഒരു മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഈ വീഡിയോയിൽ ജൂജു ഐലൻഡിൽ എന്തൊക്കെ സംഭവിച്ചതിൻ്റെ ഒരു ചെറിയ ബ്രീഫ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ആനിമയിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഒരു D റാങ്ക് ഹണ്ടറും ഒരു E റാങ്ക് ഹണ്ടറും നമ്മളെ കാണിക്കും. അവർ രണ്ടുപേരെ എന്തായാലും ആൻഡ് കൊല്ലും. പിന്നെ നമ്മുടെ ഓർഗനൈസേഷന് അവരെ പറ്റി സംസാരിക്കണമൊക്കെ നമുക്ക് കാണാം ആനിമയിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യണം, ജപ്പാനും കൊറിയനും ഓർഗനൈസേഷൻ അവരുടെ ബെസ്റ്റ് എസ് റാങ്ക് ഹണ്ടേഴ്സിനെ കൊണ്ടുവരും. ബേസിക്കലി ജപ്പാനിൽ നിന്ന് നമുക്ക് അവരുടെ ബെസ്റ്റ് ഗിൽഡ് തന്നെ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്ന കുറേ എസ് റാങ്ക് ഹണ്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഗായ് ഒരു ആൻഡിനെ കൊള്ളാൻ തന്നെ ഒരു A റാങ്ക് ഹണ്ടർ വേണ്ടി വന്നു നമ്മുടെ ഹണ്ടർ ഗിൽഡിന്. കാരണം ഒരു C റാങ്ക്, ഒരു D റാങ്ക്, ഒരു E റാങ്ക് ഓൾറെഡി കൊല്ലപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു A റാങ്ക് വന്ന് അതിനെ കൊന്നത്. ജസ്റ്റ് ഇമാജിൻ there are thousands of them that is going to be in the ജൂജു ഐലൻഡ്. അപ്പൊ ഇതില്ല നടക്കാൻ നമ്മുടെ ജിൻവോ അവന്റെ ഡീമൺ കാസലിലെ ലെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവൻ ഇതൊന്നും അറിയണില്ല. അപ്പൊ ഈ നടക്കാൻ പോണ റെയ്ഡ് നമ്മളെ ലീഡ് ചെയ്യണത് ജപ്പാന്റെ ഒരു എസ് റാങ്ക് ഹണ്ടറായ ഗോട്ടോ റിയോജി എന്ന ഒരു പേരുള്ള ഹണ്ടറാണ്. അവനൊരു എസ് റാങ്ക് ഹണ്ടറാണ്, നല്ല സ്കിൽഡ് ഹണ്ടറാണ് ബ്രോ. മാങ്കയിൽ അവനെ അധികം കവർ ചെയ്തിട്ടില്ല, കാരണം അതിന്റെ മുമ്പ് അവൻ ഡെഡ് ആവും. അത് നിങ്ങൾ അറിയും അവൻ എങ്ങനെ ചത്തേ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 കൺട്രീസിന്റെ ബെസ്റ്റ് ഹണ്ടേഴ്സ് എസ് റാങ്ക് കൂടിയ ഒരു ടീം ഉണ്ടാക്കും. അവനായിരിക്കും ഇത് ലീഡ് ചെയ്യണത്. അപ്പൊ ഇതില്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കി പറയാം. ഇനിയാണ് ട്രെയിനിങ് സെക്ഷൻ വരാൻ പോണേ. എല്ലാ എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ ഫൈറ്റ്സ് ബേസിക്കലി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ്സ് ചെയ്യും ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമ്മുടെ ജിൻവോ ഡീമൺ കാസലിൽ തിരിച്ചു വരും. നല്ല ലെവലപ്പ് ഒക്കെ ആയിട്ടാണ് വന്നേക്കണത്. ബേരനെ ഡിഫീറ്റ് ചെയ്തിട്ട് കുറെ ആർട്ടിഫാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രെങ്ത് ബിൽഡപ്പ് ആക്കിയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതും ഫൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ ട്രെയിൻ ചെയ്യാൻ പോണേ ഇങ്ങോട്ടും അങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും ബേസിക്കലി. അത് നിങ്ങൾക്ക് അറിയാം. ബട്ട് കൊറിയ വേഴ്സസ് ജപ്പാൻ ആയിരിക്കും അത് നടക്കാൻ പോണേ. 2 ടീമായിട്ട് വീതിക്കും. ഞാൻ എല്ലാവരുടെ പേര് പറയാൻ നിൽക്കില്ല, കുറേ വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തരാം. A ടീം കൊറിയൻ ആയിരിക്കും, B ടീം ജപ്പാൻ ആയിരിക്കും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ നടക്കാൻ പോണ ഫൈറ്റിൽ കുറച്ച് റൂൾസും കൂടെ ഉണ്ട്. നിങ്ങളുടെ ഓപ്പണന്റ് നിങ്ങളുടെ കൈയോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതേ സമയത്ത് ഔട്ട് ആവും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവർ ഫൈറ്റ് അങ്ങ് തുടങ്ങും. അപ്പോൾ ഫൈറ്റ് സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് തോന്നുന്നു 2 ടീമും നല്ല ടീമാണ്. ബട്ട് അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജാപ്പനീസ് ടീം വാസ് ബെറ്റർ ദെൻ കൊറിയൻ ടീം, എക്സെപ്റ്റ് 1 കൊറിയൻ ഹണ്ടർ, ദാറ്റ് ഈസ് ചാ. അപ്പോൾ ഈ ചാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ചാ ജാപ്പനീസ് ഹണ്ടറിനെ സീരിയസ് ആയിട്ട് ഇൻജേർഡ് ആക്കും. പിന്നെ അവൻ നാണക്കെട്ടിട്ട് ഇവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ കൈ പൊക്കുമ്പോൾ തന്നെ നമ്മുടെ ജിൻവോയുടെ ആ സ്ലോ മോഷൻ എൻട്രിയിൽ ജിൻവോ പറയും, ഇതൊരു ട്രെയിനിങ് സെക്ഷൻ അല്ലേ, നീ എന്തിനാ സീരിയസ് ആവണേന്ന് പറഞ്ഞ് വരും. എന്നിട്ട് ഇവനാണെങ്കിൽ ജിൻവോനെ അടിക്കാൻ വരുമ്പോൾ ജിൻവോ നേരെ 1 മണിക്കൂർ ചവിട്ട് വരുമ്പോൾ അവൻ താഴെ വീഴും. അതൊരു സീൻ തന്നെയാട്ടാ. അത് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. അപ്പോൾ ഈ ഫൈറ്റൊന്നും ആരും മിസ് ചെയ്യില്ലേ. അതെല്ലാം കണ്ടോണ്ടിരുന്ന റിയോജി വിചാരിക്കും ഇവനൊരു മേജ് ടൈപ്പ് ഹണ്ടറല്ലേ. ബട്ട് അവൻ്റെ ആക്ഷൻ കണ്ടിട്ട് അവനൊരു അസാസിൻ ഹണ്ടർ ടൈപ്പ് ആണെന്ന് തോന്നും. അപ്പോൾ അവൻ നേരെ ജിൻവോയുടെ അടുത്ത് പോയിട്ട് അവനോട് പറയും ലെറ്റ് us ഫൈറ്റ്. അവൻ്റെ മുഖം കണ്ട് മനസ്സിലാക്കിയ ജിൻവോ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം അവനൊരു ചാൻസ് കിട്ടി ഡീമൺ കാസലിൽ പോയിട്ട് അവൻ എത്ര സ്ട്രോങ് ആയെന്ന് കാണിക്കാനായിട്ട്. ഇങ്ങനെ റിയൂജി വേഴ്സസ് ജിൻവോയെ നമുക്ക് കാണാൻ പറ്റും. ഓൺ ദ കൗണ്ട് ഓഫ് 3 തന്നെ റിയൂജി നേരെ ജിൻവോനെ അറ്റാക്ക് ചെയ്യും. ബട്ട് ജിൻവോയുടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ സ്പീഡല്ല, നല്ല സ്പീഡാണ്. അപ്പോൾ ഇല്ല ഡോജ് ചെയ്യും. കുറേ അറ്റാക്ക് റിയൂജി ചെയ്യും. 1 by 1 by 1 2 1 2 എന്ന് പറഞ്ഞ് കുറേ അറ്റാക്ക് ചെയ്യും. ബട്ട് എല്ലാം നമ്മുടെ ജിൻവോ സ്മൈലായിട്ട് നൈസായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യും. അതെല്ലാം കണ്ടിട്ട് ആണെങ്കിൽ നമ്മുടെ റിയൂജിക്ക് നല്ല ദേഷ്യം വരും. എന്നിട്ട് ലാസ്റ്റ് അവൻ ഡിസൈഡ് ചെയ്യും ജിൻവോനെ നിങ്ങൾ കൊന്നേക്കാന്ന്. അപ്പോൾ ജിൻവോയുടെ സിസ്റ്റം അവനെ വോൺ ചെയ്യും, ആരും നിങ്ങളെ കൊല്ലാൻ നോക്കുവാണ്. അപ്പൊ ജിൻവോ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും. കാരണം സിസ്റ്റമിന്റെ വക ഒരു വാർണിംഗ് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും റിയൂജിന് കൊല്ലേണ്ടി വരും. അതിന് മുമ്പേ അവൻ പറഞ്ഞ് ഇത് നിർത്തിയേക്കാന്ന്. അപ്പൊ നിർത്താൻ വന്നപ്പോൾ 2 പേര് അവരുടെ ഓറ റിലീസ് ആക്കിയിട്ട് ഒരു ഫൈനൽ പഞ്ച് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എല്ലാവരും അവനെ പിടിച്ചു മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. 2 ഹണ്ടേഴ്സിനെ 2
ടീമിന്റെ ആൾക്കാർ വന്ന് പിടിച്ചു മാറ്റും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് ജിൻവു ഈ റെയ്ഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണില്ലാന്ന്. ഹി തിങ്സ് ലൈക്ക് എസ് റാങ്ക് ഹണ്ടർ സ്കോർ ഉണ്ടല്ലോ, എന്റെ ആവശ്യം വരൂലാന്ന്. ഇതിലൊക്കെ കുറച്ചൊക്കെ ഡയലോഗ് ഇനിയുണ്ട്, ബട്ട് ഞാൻ വീഡിയോ ഭയങ്കര ലെങ്തി ആവണില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ആക്കണമെന്ന്. നിങ്ങൾ ഇനി ആനിമൽ കണ്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇടല്ലേ. അങ്ങനെ ജൂജു ഐലൻഡ് റെയ്ഡ് നടക്കുന്ന ദിവസം വരും. ആനിമേഷനിൽ എങ്ങനെ വരുമെന്ന് അറിയില്ല, ബട്ട് മാങ്കയുടെ അകത്ത് അതിന്റെ സ്റ്റാർട്ടിങ് കാണിച്ചിരിക്കണ നല്ല പാനൽസ് ആണ്, നല്ല പാനൽ. കുറെ ഷിപ്സ്, പിന്നെ കുറെ എസ് റാങ്ക് ഗിൽഡ്സിനെ നമുക്ക് കാണാൻ പറ്റും, കുറെ റിട്ടയർഡ് എസ് റാങ്ക് ഹണ്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അവർ എല്ലാവരും ഈ റെയ്ഡിൽ പങ്കെടുക്കും. അതേപോലെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ റെയ്ഡാണ് ഈ നടക്കാൻ പോണതെന്നാണ് മാങ്കയിൽ കാണിച്ചേക്കണത്. അതിന്റെ ഒപ്പം തന്നെ ഈ റെയ്ഡ് ലൈവ് ആയിരിക്കും. ജപ്പാനിലും കൊറിയയിലും ലൈവ് പോഡ്കാസ്റ്റ് ചെയ്യും. അങ്ങനെ ജൂജു ഐലൻഡ് റെയ്ഡ് സ്റ്റാർട്ട് ആവും. അവർ കാലെടുത്ത് ആ ജൂജു ഐലൻഡിലേക്ക് വെക്കുമ്പോൾ തന്നെ അവരെ ആൻഡ്സ് ഫുൾ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഫുൾ എസ് റാങ്ക്സിന്റെ ആക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആനിമേഷനിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് വി ഗെറ്റ് ദ ബെസ്റ്റ് ആനിമേഷൻ. കുറെ എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ എബിലിറ്റീസ്, കുറെ ഫൈറ്റ്സ്, ബ്രൂട്ടൽ സീൻസ് ഉൾപ്പെടുത്തിയ ആനിമേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. കാരണം മാങ്കയിൽ അതേപോലത്തെ മറ്റീരിയൽ ഉണ്ട് നമുക്ക്. ഇനി ആ പേസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ സാധനം സ്കിപ്പ് അടിക്കും എന്നുള്ള പേടി എനിക്കുമുണ്ട് ഗൈസ്. അപ്പോൾ സീനാക്കേണ്ട, അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മറ്റീരിയൽ കാണാൻ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഈ ഫൈറ്റെല്ലാം സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു റേഡിയോ സിഗ്നൽ ആക്ടിവേറ്റ് ആക്കും. കാരണം ഈ ആൻറ്റിന് കമ്മ്യൂണിക്കേഷൻ നിർത്താനായിട്ട് അവർ റേഡിയോ സിഗ്നൽ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ആൻഡ്സ് കൺഫ്യൂഷനിലാവും, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എസ് റാങ്ക് ഹണ്ടേഴ്സിനെ കുറച്ചുള്ള ബെനിഫിഷ്യലാണ്. ബേസിക്കലി നമ്മുടെ ഹണ്ടേഴ്സിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ആൻഡ് ക്വീനെ കൊന്നു കഴിഞ്ഞാൽ കുറേ ആൻഡ് 1 ഇയർ പീരീഡ് ഓഫ് ടൈമിൽ ഡെഡ് ആവും. അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആൻഡ് ക്വീനെ കൊന്നിട്ട് ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ട് ആവാനായിരുന്നു. എല്ലാം അക്കോർഡിംഗ് ടു പ്ലാൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അൺടിൽ ഈ ആൻഡ് ക്വീൻ്റെ മുട്ടകളിൽ ഏറ്റവും വലിയ മുട്ട പൊട്ടി ഓരോ ആൻഡ് പുറത്ത് ഇറങ്ങി വന്നേക്കുന്നത്. ബാക്കിയില്ല, അതേപോലെ ഉണ്ട്. ബാക്കിയില്ല, അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് പുറത്ത് വന്നേക്കുക. അങ്ങനെ ഒരു പെണ്ണ് അത് കണ്ടു കഴിഞ്ഞിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ആരെ അഡ്രസ് ചെയ്യുമ്പോൾ ആ പെണ്ണിനെ തല വെട്ടിക്കളയും ആണ്ട്. അതേപോലെ അവന്റെ ഫ്രണ്ടിന്റെ തലയെ വെട്ടിക്കളയും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ കുറെ എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ ഡെത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആൻഡ് എല്ലാവരും കൊന്നോണ്ടിരിക്കുമ്പോ അവന്റെ ആകെ ഒറ്റ ചോദ്യമുള്ളൂ, ഹൂ ഇസ് ദ റിയൽ കിങ്? കിങ് ആരാന്ന് ചോദിക്കും. അങ്ങനെ ഒന്നൊന്നായി എല്ലാവരും കൊന്നോണ്ടേയിരിക്കും അവൻ. അങ്ങനെ എല്ലാ എസ് റാങ്ക്സ് പേടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ചാഹിൻ അതേ സമയത്ത് ദ ആൻഡ് ക്വിന്നെ കൊന്നളയും. അതും നല്ല മൂവ്മെന്റ് ആണ്. നല്ല ആനിമേഷനിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ല മെറ്റീരിയൽ ആയിരിക്കും കാണാൻ. ബട്ട് കമ്പയർ ടു ദ ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻഡ് ക്വിങ് ഇസ് നത്തിങ്. കാരണം ആൻഡ് ക്വീനെ കൊല്ലാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഓൾറെഡി കുറെ ആൻഡ്സ് കൺഫ്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഷാഹിനെ അവൾ പെട്ടെന്ന് കൊല്ലാൻ പറ്റി. അങ്ങനെ നമ്മൾ റിയൽ ആൻഡ് ശരിക്കും അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും. കാരണം അവന്റെ ഓറ തന്നെ ഭയങ്കര സീനായിരുന്നു. ഷാഹിൻ ആൻഡ് എവരി വൺ വാസ് ലൈക്ക്, ഒരു ആൻഡ് എങ്ങനെയാണ് ഇത്രയും ഓറ കൺസിഡർ ചെയ്യണേന്ന്, എങ്ങനെ ഒരാൾക്ക് ഇത്രയും ഓറ ആയിട്ട് നടക്കാൻ പറ്റുക, അത് ഒരു സിംഗിൾ ആൻഡ്. അങ്ങനെ ആ ആൻഡ് കിങ് അവിടെ എത്തിയിട്ട് അവന്റെ ഓറ ഇനി റിലീസ് ആക്കുമ്പോൾ എല്ലാവരും പേടിക്കും. ഇല്ല, എസ് റാങ്ക് ഉൾപ്പെടുത്ത ഷാഹിൻ വരെ പേടിക്കും. കാരണം ആ ഓറ തന്നെ അവർക്ക് പറ്റണില്ലായിരുന്നു. അവരെങ്ങനെ അവനെ ഫൈറ്റ് ചെയ്യുമെന്നുള്ള തിങ്കിങ്ങിലായിരുന്നു. എന്നാലും അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ചെയ്താലും ചെയ്തില്ലേ അവർ ഡെഡ് ആവുന്ന അവർക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ആൻഡ് കിങ് എല്ലാവരും അടിക്കാൻ പോകുമ്പോൾ തന്നെ റേഹിനൊക്കെ എടുത്ത് പൊതിഞ്ഞ് എല്ലാ ഹണ്ടേഴ്സിനും അവിടെ ഇരുന്ന് അടിച്ചു കൊന്നു. പിന്നെ അവിടെ ഒരു ഹീലർ ഉണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചത്ത് കൈയിട്ടിട്ട് അവനെ കൊല്ലുമ്പോൾ കുറച്ച് ഇമോഷണൽ സീനാണ്. അത് നിങ്ങൾ കാണുമ്പോൾ, എനിക്ക് അവൻ്റെ പേര് ഓർമ്മയില്ല ആ ക്യാരക്ടറിൻ്റെ, ബട്ട് ഹി വാസ് ക്വൈറ്റ് എ ഗുഡ് ഹീലർ. അവൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവൻ എസ് റാങ്ക് ഹീലർ ആയിരുന്നു. അവൻ നല്ല ബാക്കപ്പ് കൊടുക്കണമല്ലായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും. അവനെ കൊന്നോളയാം പെട്ടെന്ന്. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ചാഹിനെ നല്ല തള്ളു തള്ളുമ്പോൾ അവൾ നല്ല ഹെവിലി ഇഞ്ചേർഡ് ആവും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഫൈറ്റ് നടക്കും. എന്നിട്ട് നമ്മുടെ ആരാ കിങ് എന്നുള്ള ചോദ്യം വീണ്ടും ആൻഡ് കിങ് ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് അവന് നല്ല എനർജി ഫീൽ ചെയ്യുമ്പോൾ അവൻ നേരെ പുറത്തേക്ക് പറക്കും. എന്തോ ഭാഗ്യത്തിന് അവൻ എല്ലാവരും കൊന്നില്ല അവിടെ. അപ്പൊ അവൻ സെൻസ് ചെയ്ത എനർജി വേറെ ആരില്ല, റൂയിജി തന്നെയായിരുന്നു. ദ വൺ ഹൂ ഈസ് ലീഡിങ് ദിസ് റെയ്ഡ്. അവന്റെ ഫ്രണ്ടിൽ പോയി നിന്നും അവനും ചോദിക്കും വീണ്ടും, നീ ആണോ കിങ് എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, അതെ ഞാൻ തന്നെ ആ കിങ് എന്ന് പറഞ്ഞ ആ സീൻ അവിടെ കട്ടാവും മാങ്കയില്. പിന്നെ നമ്മൾ കാണുന്നത് റൂയിജി ഇസ് ഡെഡ്. അവൻ ചത്ത്. ഞാൻ പറഞ്ഞാലേ ഇവൻ ഡെഡ് ആവുമെന്ന്. അങ്ങനെ ഇവനും ഡെഡ് ആവും ഇവിടെ. അപ്പൊ അടുത്ത ചോദ്യം പറഞ്ഞാൽ ഈ ആന്റിനെ ആര് കൊല്ലും എന്നുള്ളതാണ്. അങ്ങനെ ഈ രുചിനെ കൊന്നു കഴിഞ്ഞിട്ട് ഈ ആൻഡ് വരെ, നീ ശരിക്കുള്ള കിങ് അല്ല, ശരിക്കുള്ള കിങ് ആരാന്നുള്ള ചോദ്യത്തിൽ അവൻ വീണ്ടും പറഞ്ഞ് ആൻഡ് കിങ് ചത്തടണം. നമ്മുടെ എല്ലാ ഹണ്ടേഴ്സ് ഇഞ്ചേർഡ് ആയ സ്ഥലത്ത് അവൻ വീണ്ടും എത്തും. അങ്ങനെ അവൻ അവിടെ എത്തിയിട്ട് എല്ലാവരും കൊല്ലാൻ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ ഒരു ഷാഡോ കാണും.
ആ ഷാഡോ ആരുടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വേറെ ആരുടെ അല്ല, ജിൻവോയുടെ ഷാഡോ ആണ്. ഒരു ബ്ലാക്ക് കളർ. അവൻ അവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അടുത്ത സീൻ കാണുമ്പോൾ ജിൻവോ ഇസ് ദ അവന്റെ ഷാഡോ എക്സ്ചേഞ്ച് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവിടെ വരും. അതൊരു വൺ സീൻ എൻട്രി ആണ് ഗൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ സോളോ ലെവലിംഗ്. അങ്ങനെ ജിൻവോ വരുമ്പോൾ തന്നെ അവിടുത്തെ ഫസ്റ്റ് വേർഡ് വുഡ് ബി ലൈക്ക് അറൈവ്. എല്ലാ എസ്രാൻ കണ്ടേഴ്സ് അവിടെ പേടിച്ച് തൂറിയിട്ട് നമ്മള് ഇല്ലാനും ചാവുന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ജിൻവോ എന്നിട്ട് അറൈസ് പറയുമ്പോൾ അവന്റെ ഷാഡോ ആർമി ഫുൾ അവിടെ എത്തും. എന്നിട്ട് ഇഗ്രസ് ടാസ്ക് അവിടുത്തെ എല്ലാ ഷാഡോ എക്സ്ട്രാക്ഷൻ അവിടെ കാണാം. അവരെല്ലാവരും ഫൈറ്റിൽ എൻഗേജ് ആവും. ദേ വിൽ ബി ദ ബെസ്റ്റ് ബാക്കപ്പ് ദേ കുഡ് ഹാവ് ഗെറ്റ്. ജിൻവോ അവിടെ അവന്റെ ഷാഡോ ആർമിനെ ഫ്ലെക്സ് ചെയ്ത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അത് കാണേണ്ട സീൻ തന്നെയാണ്. മാങ്ക പാനൽസ് തന്നെ അങ്ങനെയാണെങ്കിൽ ആനിമേറ്റ് ഒക്കെ ആയി വരുമ്പോ അത് എങ്ങനെ ഇരിക്കും തമ്പുരാനറിയാം. പിന്നെ എന്താണ് നമ്മുടെ ആൻഡ് കിങ് വേഴ്സസ് ജിൻവോ, അതാണ് കാണേണ്ടിയിരിക്കുന്നത്. ഈ ഫൈറ്റ് ആണ് വൺ സീൻ ഫൈറ്റ് ആണ്. ഇത് ആരും സ്കിപ്പ് ചെയ്യില്ല ഗൈസ്. വൺ സീൻ ഫൈറ്റ് ആണ് ഇത്. അപ്പൊ ഇതില്ല നടന്നോണ്ടിരിക്കുക. നമ്മുടെ ആൻഡ് കിങ് ചോദിക്കും, നീ ആണോ കിങ്? നീ ആവാൻ ചാൻസ് കുറവ്. നീ ഒരു ചെറിയ മനുഷ്യൻ, നീ എങ്ങനെയാ കിങ് ആവണേന്നെല്ലാം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജിൻവോയുടെ മുഖം നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും. അപ്പൊ ജിൻവോ ഈ ഫൈറ്റിൽ എൻഗേജ് ആവുന്നതിന് മുമ്പ് തന്നെ എസ്രാൻ കണ്ടേഴ്സിന് കുറെ ഹീലിംഗ് പോർഷൻസ് എല്ലാം കൊടുത്തായിരുന്നു ഹീൽ ആവാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ജിൻവോ ആന്റിന് നേരെ ഒരു പഞ്ച് എടുക്കും. 4-5 മതില് പൊട്ടിച്ചിട്ട് നമ്മുടെ ആന്റ് കിങ് എവിടെയോ പോയി കിടക്കണം നമുക്ക് കാണാൻ അടുത്ത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ആന്റ് അതേ സ്പീഡിൽ ദേഷ്യത്തിൽ നമ്മുടെ ജിൻവോനെ വന്ന് അറ്റാക്ക് ചെയ്യും. അതും ഒരു അറ്റാക്ക് അല്ല, 1 2 3 ലൈക്ക് 5-4 സീക്വൻസിൽ ഒരു അറ്റാക്ക് ചെയ്യും. നമ്മുടെ ജിൻവു അതെല്ലാം ഡോജ് ചെയ്ത് അവനോട് ചോദിക്കും, നീ എന്താ ഈ കാണിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആൻഡ് ആണെങ്കിൽ സർപ്രൈസ് ആവും. അവൻ എങ്ങനെ എന്റെ അറ്റാക്ക് ഇല്ലാണ്ട് ഡോജ് ചെയ്യണേ ഇത്ര സിമ്പിൾ ആയിട്ടെന്ന് വിചാരിക്കും. അപ്പൊ ആൻഡ് വിചാരിക്കും ഇവന്റെ സ്ട്രെങ്ത് ആണ് ഇല്ല. അപ്പൊ അവനെ സ്പീഡ് കൊണ്ട്, ഭയങ്കര സ്പീഡ് കൊണ്ട് അവനെ ഞാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ സ്പീഡ് കൊണ്ട് ട്രൈ ആക്കുമ്പോഴും നമ്മുടെ ജിൻവ അവനെക്കാളും സ്പീഡിൽ റിയാക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് വീണ്ടും സർപ്രൈസ് ആവും. ലൈക്ക് he can't do anything better than that he asked. ലൈക്ക് ജിൻവു അവനോട് ചോദിക്കും, ഇതിനേക്കാൾ നല്ലതായിട്ട് നിനക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജിൻവു വേറെ പീക്ക് ലെവൽ ഓഫ് സ്ട്രെങ്ത്തിലാണ് ഡീമൺ കാസലിൽ തിരിച്ചു വന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തന്നെ അവൻ ജിൻവുവിനെ പോയിസൺ ചെയ്യാൻ നോക്കും. പക്ഷെ പോയിസൺ ഹാവ് നോ എഫക്ട് ഓൺ ജിൻവു. ജിൻവുവിനെ പോയിസനെ കൊണ്ട് കൊല്ലാൻ പറ്റൂല എന്നാണ് മനസ്സിലാവും. കാരണം അവന്റെ ബോഡി ടോളറൻസ് ഭയങ്കര ഹൈ ആ. അപ്പൊ നമ്മുടെ ഈ ആൻഡ് ഇല്ല ടെൻഷനിലായിട്ട് അവനോട് തന്നെ ചോദിക്കും, ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആണ്, പിന്നെ എങ്ങനെയാണ് ഇവൻ എന്നെ തോപ്പിക്കണേ? ഞാൻ ജനിച്ചപ്പോ തൊട്ട് കിങ് ആവാൻ വേണ്ടിയാ ജനിച്ചത്, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്ട്രോങ് അല്ലാത്തതെന്ന്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ആൻഡ് ആണ് ചെറുതായിട്ട് പേടിക്കാൻ അങ്ങ് തുടങ്ങും. പിന്നെ ആ പേടി വലുതായിട്ട് വരുമ്പോ തന്നെ അവൻ പറയും, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണം, ഞാൻ ഇവിടുന്ന് പറന്നു പോയാലേ എനിക്ക് രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ചാവൂന്നുള്ള ഭയത്തില് അവൻ ഓടാൻ പോകും. അപ്പൊ ഓടിച്ചിട്ട് നമ്മളെ ജീൻവാനെ പിടിച്ച് തള്ളിന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നല്ല ഇടി കൊടുത്ത്. അങ്ങനെ ഒരു ലാസ്റ്റ് അറ്റാക്ക്, ഫൈനൽ അറ്റാക്ക് കൊണ്ട് നമ്മൾ ആന്റിനെ അവൻ കൊന്നു കളയും. കൊന്നു കളഞ്ഞെന്ന് വെച്ചാൽ പിന്നെ അവന്റെ ജീവനേ ഇല്ല. അവനെ കൊന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ജിൻവു അവന്റെ ഷാഡോ എക്സ്ട്രാക്ഷൻ നടത്തണതാണ്. അത് നടത്തുമ്പോൾ തന്നെ ആ ഓറ സീനായിട്ട് വരും. ആ ഓറയെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഡാർക്കായിട്ട്. ആൻഡ് എക്സ്ട്രാക്ഷൻ വരുമ്പോൾ അവന്റെ പേര് ജനറൽ ലെവലിലായിരിക്കും, അവന്റെ റാങ്കിങ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ജനറൽ ലെവലിലാണ് ആ ആൻഡിന്റെ സ്റ്റാൻഡ് വന്നത്. അവന്റെ പേര് വെക്കണത് ബേരു. അങ്ങനെ എല്ലാ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചായനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ജിൻവു പോകും. അവളുടെ സിറ്റുവേഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയതുകൊണ്ട് അവളെ രക്ഷിക്കാനായിട്ട് ഒരു ഹീലറെ വേണമായിരുന്നു. അപ്പൊ നമ്മുടെ ആൻഡ് കിങ് കൊന്ന ഒരു ഹീലറെ ഷാഡോ എക്സ്ട്രാക്ഷന്റെ വഴി അവൻ എടുക്കാൻ നോക്കി. ഒന്നും പറ്റിയില്ല, രണ്ടാമത്തെ ചാൻസും പറ്റിയില്ല, മൂന്നാമത്തെ എങ്ങനെയൊക്കെ അവൻ ചെയ്ത് എടുത്തിട്ട് അവന് ചാഹിനെ രക്ഷിച്ച്. അപ്പൊ അത് കഴിഞ്ഞ് അവൻ ആ ഷാഡോ എക്സ്ട്രാക്ഷൻ അവൻ ഡിസ്കാർഡ് ആക്കി. കാരണം ആ ഹീലറിന് ഈ ഫൈറ്റ്സും വോറും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണ മോറലി റോങ് ആയതുകൊണ്ട് അവൻ അത് ഡിസ്കാർഡ് ചെയ്ത്. അപ്പൊ ഇവിടെ വെച്ച് ജൂജു ഐലൻഡ് റെയ്ഡ് കഴിഞ്ഞ്. അപ്പൊ ഇതായിരുന്നു ജൂജു ഐലൻഡിന്റെ ഒരു കഥ. അപ്പൊ ഞാൻ പറഞ്ഞ ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഐ എം വെരി സോറി ദാറ്റ്, ബിക്കോസ് ഈ വോയിസ് ഓവർ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാൻ നോക്കിയത്. അതുമല്ല എന്റെ വോയിസ് തന്നെ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ സോറി ഇഫ് യു ആർ ഗെറ്റിംഗ് വെരി അനോയ്ഡ് വിത്ത് മൈ വോയിസ്.
And thank you for listening until now. Subscribe for more like this. Thank you. Bye bye.